സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ശബരിമലയിൽ ഭരണം നടത്തിയിരുന്ന CPM-ന്റെ വിവിധ വർഷങ്ങളിലെ ഭരണകർത്താക്കളുടെ ഇടയിൽ തന്നെ തമ്മിൽ തല്ല് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ അകത്ത് കിടക്കുന്ന പഴയ ബോർഡ് നിയന്ത്രിച്ചിരുന്ന CPM നേതാക്കൾ പിന്നീട് വന്ന പ്രസിഡന്റ് പ്രശാന്തിനെ കുടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡിനെയും ഉദ്യോഗസ്ഥരെയും മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ബോധപൂർവമായി നീക്കം നടക്കുന്നതായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, പ്രശാന്ത് പഴയ കോൺഗ്രസ്സുകാരനാണ്. എങ്കിലും പിണറായി വിജയന്റെ വിശ്വസ്തനായി CPM-ൽ എത്തിയതിനു ശേഷം അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നടക്കുന്ന ചില അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുമെല്ലാം പഴയ അകത്ത് കിടക്കുന്ന നേതാക്കന്മാരുടെ നിർബന്ധം കൊണ്ടാണ് എന്നുള്ള സൂചനകളാണ് ഇദ്ദേഹം പുറത്തുവിടുന്നത്. തൻ്റെ ഭരണകാലത്ത് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയച്ചിട്ടേയില്ല എന്നും ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെയാണ് ചെന്നൈയിലേക്ക് അത് കൊണ്ടുപോയത് എന്നും പ്രശാന്ത് വെളിപ്പെടുത്തുന്നു. അതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കൊടുക്കാനും അറസ്റ്റിലേക്ക് നയിക്കാനുമുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് പ്രശാന്ത് നടത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നും സ്വർണ്ണപ്പാളികളുടെ ഭാരം പണിക്ക് ശേഷം കൂടുകയാണ് ചെയ്തത് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി പ്രശാന്ത് നടത്തുന്നു. അങ്ങനെയായാൽ അത് നഷ്ടമല്ല, ലാഭമാണ് എന്നുള്ള ഒരു സൂചനയാണ് പ്രശാന്ത് നൽകുന്നത്. എന്നിട്ടും തന്നെ കരുവാക്കാനും അറസ്റ്റിലേക്ക് നയിക്കാനും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് CPM-ന്റെ നേതാക്കൾ തന്നെയാണ് എന്നൊരു സൂചന അദ്ദേഹം നൽകുമ്പോൾ ഇനിയുള്ള വെളിപ്പെടുത്തൽ തുറന്നു പറച്ചിലെല്ലാം കൂടുതൽ പുറത്തേക്ക് വരികയാണ്. മാത്രമല്ല, സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണെന്നും അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അന്വേഷണവും ഒരുപക്ഷെ അറസ്റ്റും ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നും PS പ്രശാന്ത് പറയുമ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ വലുതാണ്. അതിൽ N വാസു എന്ന മുൻ പ്രസിഡന്റും അതുപോലെ പത്മകുമാർ എന്ന പ്രസിഡന്റും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അതായത് താൻ പഴയ കോൺഗ്രസ്സുകാരനായിരുന്നിട്ട് തന്നോട് ചില പകയും വൈരാഗ്യവും വെച്ച് പുലർത്തുന്നു എന്നുള്ളത് പറയാതെ പറയുകയാണ് പ്രശാന്ത് ഇവിടെ ചെയ്യുന്നത്. അതായത് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ തന്നെ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ പ്രശാന്ത് എന്ന പ്രസിഡന്റ് അതിലൊന്നും കള്ളത്തരം കാണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ ഇത് അന്വേഷണ സംഘം ഏത് രീതിയിലാണ് കണ്ടെത്തിയത് എന്ന് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള അറസ്റ്റിലേക്കടക്കം നീങ്ങുമ്പോഴേ മനസ്സിലാകുകയുള്ളൂ. എന്നാൽ സ്പെഷ്യൽ കമ്മീഷണറെ മുൻകൂട്ടി അറിയിക്കുന്നതിൽ ഈ ദേവസ്വം ബോർഡിന് പിഴവുണ്ടായിരുന്നു എന്നുള്ളതും പ്രശാന്ത് സമ്മതിക്കുന്നു. അതിനവർ ഹൈക്കോടതിയിൽ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നിൽ അയ്യപ്പ സംഗമത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നാണ് പ്രശാന്ത് വെളിപ്പെടുത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പേരിൽ നടത്തിയ അയ്യപ്പ സംഗമം, പിണറായി വിജയന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിക്കാതെ വന്നപ്പോൾ ഉണ്ടായ വൈരാഗ്യത്തിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് പോറ്റിക്ക് തന്നെ കുരുക്കായതെന്നും പ്രശാന്ത് പറയുന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് ശബരിമല അയ്യപ്പൻ തന്നെ നൽകിയ ഒരു ശിക്ഷയാണെന്ന് ഇതിനെ ഉറപ്പിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അയ്യപ്പൻ എല്ലാ പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ ഇതിനകത്തായിരിക്കുന്നതും അകത്താകാൻ പോകുന്നതുമായ CPM നേതാക്കളെ തമ്മിൽ തല്ലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പുതിയൊരു വഴിത്തിരിവായി കാണുന്നത്.